ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ നായകന്റെ പല സിനിമകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഭയങ്കര ഡിറ്റക്റ്റീവ് മോഡൽ, ആക്ഷൻ, ത്രില്ലർ. ഓൾമോസ്റ്റ് ഒരു 90% ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ വളരെ സീരിയസ് ആയിരിക്കും. എന്നാൽ ഇദ്ദേഹത്തിനെ പിടിച്ചൊരു കോമാളിയാക്കിയാലോ? അങ്ങനെ ഒരു സിനിമയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ഒരു ഡിറ്റക്റ്റീവ് മൂവിയാണ്. അതിലുപരി നല്ല ഒന്നാന്തരം കോമാളിത്തരവും കോമഡിയും. പിന്നെ സിനിമയിൽ വലിയ കഥയൊന്നും പ്രതീക്ഷിക്കരുത്, ലോജിക്കും പ്രതീക്ഷിക്കരുത്. സിറ്റുവേഷൻ കോമഡിയാണ് ഒരുപാടുള്ളത്. അപ്പൊ ധൈര്യമായിട്ട് തന്നെ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു കിടിലൻ മൂവിയാണ്. അപ്പോൾ ചിരിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഈ കഥ പറയാൻ തുടങ്ങുകയാണ്. അപ്പൊ പോവുകയല്ലേ കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഒരു ബാങ്ക് മോഷണാണ് നമ്മളെ കാണിക്കുന്നത്. അപ്പോ മുഖം മൂടിയെല്ലാം ധരിച്ച ആയുധധാരികളായിട്ടുള്ള കുറച്ച് ആൾക്കാർ ആ ബാങ്കിലേക്ക് ഇരച്ചു കയറുകയാണ്. ഗണ്ണെല്ലാം പൊട്ടിച്ച് ഒച്ചയുണ്ടാക്കി ആര് ശബ്ദം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും ആകെ ഒരു ഭീതിയിൽ ആഴ്ത്തുകയാണ്. ഇതേ നേരം തന്നെ ഇവരുടെ ലീഡർ ആയിട്ടുള്ള ഒരു വെള്ളമുടിക്കാരൻ, ഇയാളുടെ പേര് ഗുസ്താവോ എന്നാണ്. ഇയാൾ നേരെ ബാങ്കിന്റെ ലോക്കറിലേക്ക് വരികയാണ്. എന്നാൽ ബാക്കിയുള്ള ഷെൽഫുകളിലേക്കൊന്നും ഇയാളുടെ കൈ പോകുന്നില്ല. പ്രത്യേക നമ്പറുള്ള ഒരു ഷെൽഫിലേക്ക് പോവാണ്. അത് അടിച്ചു പൊളിച്ച് അതിന്റെ ഉള്ളിൽ നിന്നും ഒരു ബോക്സ് എടുക്കുകയാണ്. വേറൊന്നും ഇയാൾ എടുക്കുന്നില്ല. വളരെ വിലപിടിപ്പുള്ള എന്തോ ഒന്ന് ആ ഒരു ബോക്സിൽ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഇവിടെയുള്ള കാശിനേക്കാൾ വില അതിനുണ്ടാകും. അതേപോലെ തന്നെ വിവരം അറിഞ്ഞ് നമ്മുടെ പോലീസ് മാമന്മാര് പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴത്തെയും പോലെ ഗണ്ണും തൂക്കി പിടിച്ച് പുറത്തങ്ങനെ നിൽക്കുകയാണ്. ഇതേ നേരണ്ട് ഒരു ചെറിയ പെൺകുട്ടി, നമ്മുടെ കുഞ്ഞിപ്പുഴു ഉണ്ടല്ലോ, അത് തുള്ളി വരുന്നത് പോലെ ലാല 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 ഈ പാട്ടും പാടി വായിലൊരു മിഠായി ഇട്ടുകൊണ്ട് അതിലൂടെ തുള്ളി വരികയാണ്. നേരെ ചെന്ന് കയറുന്നത് കൊള്ളക്കാര് കയറിയിട്ടുള്ള ഈ ഒരു ബാങ്കിന്റെ ഉള്ളിലേക്കാണ്. പോലീസുകാർ വിളിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പെൺകുട്ടി ഇതൊന്നും കേൾക്കുന്നില്ല കേട്ടാ. അങ്ങനെ ആ മിഠായും വായിലിട്ടുകൊണ്ട് നേരെ ഉള്ളിലേക്ക് കയറി ചെല്ലുകയാണ്. എത്തിയപാട് തന്നെ മാമാ മുട്ടായി ഇത് വേണമെന്ന് ചോദിക്കാണ്. വേണ്ട വേണ്ട പൊക്കോന്ന് പറയാണ്. എന്നാൽ അപ്പൊ തന്നെ ഈ പെൺകുട്ടിയുടെ ആറ്റിറ്റ്യൂഡൊക്കെ ഒന്ന് മാറുന്നുണ്ട്. പെട്ടെന്ന് മുഖം മൂടി അങ്ങോട്ട് അഴിക്കുകയാണ്. നോക്കുമ്പോ ആരാ? നമ്മുടെ ഡിറ്റക്റ്റീവ് ഫ്രാങ്ക്. ആ കുട്ടിയുടെ ഉള്ളിൽ നിന്നും ബലൂൺ വീർത്ത് വരുന്നത് പോലെ ഇയാള് വീർത്ത് വന്ന് ആ നിൽപ്പ് നിങ്ങൾ കണ്ടു. ആ കുഞ്ഞി പാവാടി ഇട്ടിട്ട് എന്തായാലും ഈ മനുഷ്യനെ കൊണ്ട് കെട്ടിച്ച ഓരോ കോമാളി വേശി. പിന്നെ പറയണ്ടല്ലോ, പൂരം എന്ന് പറഞ്ഞാൽ പൂരം ഫൈറ്റാണ്. ഈ വെടിവെക്കാൻ വരുന്നവരുടെ തോക്ക് വരെ കടിച്ചു മുറിച്ച് തിന്നുന്ന അമ്മാതിരി ഫൈറ്റാണ്. ഇതിനിടയിൽ ആ കൂട്ടത്തിൽ ഒരുത്തനെ തന്നെ തൂക്കി പിടിച്ച് അവനൊരു ഷീൽഡ് പോലെയാക്കി വെടിവെക്കാൻ വരുന്നവരെ നേർക്കിട്ട് ഒരു ഏറ്റയാറാണ്. പെട്ടെന്നായതുകൊണ്ട് തന്നെ ഈ കൊള്ളക്കാര് വിചാരിച്ചു അവർക്ക് നേരെ വേറെ എന്തോ ഒരു ആയുധം എടുത്ത് എറിഞ്ഞാന്ന്. പെട്ടെന്നായതുകൊണ്ട് തന്നെ അതെന്താണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് പറ്റിയില്ല. അപ്പൊ അവർക്ക് നേരെ വരുന്ന ആ സാധനത്തിന് നോക്കി ഇവർ ഷൂട്ട് ചെയ്യാണ്. അങ്ങനെ ഇവരുടെ കൂടെ വന്ന ആൾ ഇവരുടെ നടുവിൽ വന്ന് വീഴുന്നുണ്ട്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്യാണ്. വട്ടത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച എന്ത് സംഭവിക്കും? ഓപ്പോസിറ്റ് വെക്കുന്ന ആൾക്ക് കൊള്ളുകയല്ലേ ഉള്ളൂ. കൊണ്ടു താഴെ വീണു. ലേശം ചിരി ബുദ്ധി ഉണ്ടായിരുന്നെങ്കിലും ഇമാര് പരിപാടി കാണിക്കുമായിരുന്നു. എന്തായാലും കള്ളമാര് മുഴുവനായിട്ടും ഫ്രാങ്ക് അടിച്ചിടുകയാണ് കേട്ടോ. ഭയങ്കര ഹീറോയിക്കായിട്ട് അവിടെ നിൽക്കുകയാണ്. ഇതേ നേരം അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡി ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? ദൈവം അയച്ച ദൂതനാണോ അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോയാണോ? ഇപ്പൊ ഫ്രാങ്ക് പറയാണ്, ഞാൻ അതൊന്നുമല്ല, ഞാൻ ഒരു ഡിറ്റക്റ്റീവാണ്. ഇതും പറഞ്ഞ് ഹീറോയിക്കായിട്ടുള്ള നൃത്തം നിങ്ങൾ കണ്ട. വെള്ള കളറുള്ള ജഡ്ഡിയും ചുവന്ന പുള്ളിയും, ആഹാ ബെസ്റ്റ് കോമ്പിനേഷൻ. പക്ഷെ നമ്മുടെ ആശാൻ ഫ്രാങ്ക് വിചാരിച്ചതുപോലെ കാര്യമൊന്നും നടന്നില്ല. അതായത് നേരത്തെ ഗുസ്താവോ എന്ന് പറഞ്ഞ ഒരാൾ ഇങ്ങോട്ടേക്ക് വന്ന് കയറിയായിരുന്നല്ലോ. അവന് വേണ്ട സാധനം എടുത്തു. നേരെ ബാങ്കിന്റെ പുറകിലൂടെ പോയിട്ട് റിച്ചാർഡ് എന്ന പേരുള്ള ബിസിനസ്സുകാരന്റെ കയ്യിൽ അത് കൊടുക്കുകയാണ്. ഈ റിച്ചാർഡിന്റെ വലം കയ്യനാണ് ഗുസ്താവോ. ഈ ഫൈറ്റ് എല്ലാം നടക്കുന്ന സമയത്ത് അവർ ഇവിടുന്ന് നേരത്തെ രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇവിടെ പടത്തിന്റെ ടൈറ്റിലൊക്കെ എഴുതി കാണിച്ചു കേട്ടോ, ദ നെക്കിഡ് ഗൺ. ഇതിനുശേഷമാണ് നമ്മുടെ ഹീറോ ഫ്രാങ്കിനെ കുറിച്ച് ഫ്രാങ്ക് തന്നെ നമ്മളോട് പറയുന്നത്. അതായത് ഈ ഫ്രാങ്കിന്റെ അച്ഛൻ പഴയൊരു നല്ല കിടിലൻ ഡിറ്റക്റ്റീവ് ആയിരുന്നു. അദ്ദേഹത്തിനെ കണ്ട് ഇൻസ്പയർ ആയി ഡിപ്പാർട്ട്മെന്റിൽ ചേർന്നാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ അരികിൽ പോലും എത്താനായിട്ട് ഇതുവരെയായിട്ട് ഫ്രാങ്കിന് പറ്റിയില്ല. ദാ ഇപ്പൊ തന്നെ ഈ ബാങ്ക് റോബറി തടുത്തല്ലോ. അതിന്റെ പേരിൽ നേരെ സ്റ്റേഷനിൽ പോയപ്പോൾ ചീഫിന്റെ കയ്യിൽ നിന്ന് ഫ്രാങ്കിനും അതുപോലെ തന്നെ ക്യാപ്റ്റൻ ഹോക്കി, അദ്ദേഹത്തിന്റെ പാർട്ട്ണറാണ്, രണ്ടുപേർക്കും നല്ല പൂരം ചീത്തയൊക്കെയാണ്. ചീഫ് പറയുന്നത് ഓൾറെഡി ഗവൺമെന്റ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പൂട്ടാൻ പോവാണ്, അതിനിടയിൽ നിങ്ങളെല്ലാം കൂടി എനിക്കിട്ട് ഇങ്ങനെ ഉണ്ടാക്കി തരണ്ടെന്ന് പറയാണ്. അങ്ങനെ ഭയങ്കര വിഷമത്തിൽ നമ്മുടെ ഫ്രാങ്കും അതുപോലെ തന്നെ കൂട്ടുകാരനായിട്ടുള്ള ക്യാപ്റ്റൻ ഹോക്കിയും കൂടെ നേരെ അപ്പുറത്തെ റൂമിലേക്ക് പോകണം. അവിടെ തന്നെ ഫ്രാങ്കിന്റെ അച്ഛന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ നോക്കി ഭയങ്കര സങ്കടത്തില്, ഡാഡി ഇത് കാണുന്നില്ല ഡാഡിയെ പോലെ ആവാനാണ് ഞാനൊരു പോലീസുകാരനായത്. ഇന്ന് വരെ എനിക്ക് അങ്ങനെ ആകാൻ പറ്റിയില്ല. നോക്കിക്കോ ഡാഡി, എന്നെങ്കിലും ഞാൻ ഡാഡിയെ പോലെ ആകും. പിന്നീട് ആ ഒരു വിഷ്വല് സൂം ഔട്ട് ആകുന്നുണ്ട് കേട്ടോ. നോക്കുമ്പോ ആ സ്റ്റേഷനിലുള്ള എല്ലാ പഴയ പോലീസുകാരുടെ മക്കളാണ് ഇപ്പത്തെ പോലീസുകാര്. നെപ്പോട്ടിസം. മക്കൾക്ക് യാതൊരു കഴിവുമില്ല. തന്തയുടെ മുന്നിൽ വന്നിട്ട് എല്ലാം നിരന്നിരുന്ന് കരയാണ്. എന്തായാലും ഇതിനുശേഷം പുതിയൊരു കേസ് വന്നിരിക്കുകയാണ്. ഫ്രാങ്കും അതുപോലെ തന്നെ ക്യാപ്റ്റൻ ഹോക്കിയും കൂടെ കേസ് അന്വേഷിക്കാനായിട്ട് സംഭവ സ്ഥലത്തേക്ക് പോവാണ്. നോക്കുമ്പോൾ അതൊരു കാർ ആക്സിഡന്റ് ആയിരുന്നു. ഒരു ഇലക്ട്രിക്കൽ കാറാണ്. അതിനുള്ളിൽ ഒരാളുണ്ടായിരുന്നു, സൈമൺ എന്നാണ് പേര്. ആ അപകടത്തിൽ അയാൾ മരിച്ചു പോയിട്ടുണ്ട്. പിന്നീട് അവിടെ വന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു തടാകത്തിലേക്കാണ് ഈ കാർ വന്ന് വീണിരിക്കുന്നത്. ഒരുപാട് ദൂരത്ത് നിന്ന് ഈ ഒരു കാർ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഒരു തടാകത്തിലേക്ക് വീഴാൻ പോകുമെന്ന് അറിഞ്ഞിട്ട് കൂടെ ഇതുവരെയായിട്ടും അയാൾ ബ്രേക്ക് ചവിട്ടിയിട്ടില്ല. ബ്രേക്ക് ചവിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു പാട് ടയറിൽ കാണുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇയാൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ഇങ്ങോട്ടേക്ക് വന്നതാണോ? മാത്രമല്ല ഈ മരിച്ചുപോയ സൈമൺ ഒരു ഇലക്ട്രിക്കൽ കാറുകൾ ഉണ്ടാക്കുന്ന കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഒരു എഞ്ചിനീയർ ആണ്. അതുപോലെ
ഇയാളുടെ കാറിൽ നിന്നും ഒരു മാച്ച് ബോക്സ് കിട്ടുകയാണ്. അതിന്റെ പുറത്ത് ഒരു പുലിയുടെ ചിത്രം ഉണ്ടായിരുന്നു. എന്തായാലും സംഭവ സ്ഥലത്ത് നിന്ന് ആവശ്യമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ ശേഖരിച്ച് ഇവർ നേരെ സ്റ്റേഷനിലേക്ക് വരികയാണ്. അതേ നേരം തന്നെ മറ്റൊരു ലേഡി ഡിറ്റക്റ്റീവ് പേര് ബെർണ, ആ ഒരു ബാങ്ക് മോഷണ കേസ് ഉണ്ടല്ലോ, അത് ഫ്രാങ്കിന്റെ കയ്യിൽ നിന്നും ഇപ്പോൾ ബെർണയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ബെർണ വന്നിട്ട് പറയാണ്, ഫ്രാങ്കെ, എനിക്ക് നിങ്ങളില്ലാതെ ഈ ഒരു കേസ് അന്വേഷിച്ച് പൂർത്തിയാക്കാൻ കഴിയില്ല. അപ്പൊ എന്തെങ്കിലും ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? പിന്നീട് കേസിനെ കുറിച്ച് ഫ്രാങ്ക് ചോദിക്കുമ്പോൾ ബെർണ പറയുന്നത് ഇവന്മാർ ആ ഒരു ബാങ്കിലേക്ക് പോയിട്ട് പ്രത്യേകിച്ച് ഒന്നും കട്ടിട്ടില്ല. സ്വർണ്ണോ കാശോ അല്ലെങ്കിൽ ഡയമണ്ട്സോ അതുപോലെ ഒന്നും ഇവര് കട്ടിട്ടില്ല. കത്തരുത് എന്ന് അവർക്ക് നിർദ്ദേശം കിട്ടിയെന്നൊക്കെ അവർ പറയുന്നത്. എന്തായിരിക്കും സാറേ അവരുടെ ഉദ്ദേശം? അതുപോലെ തന്നെ അവര് നമ്മളോട് നല്ല രീതിയിൽ കോർപ്പറേറ്റ് ചെയ്യുന്നില്ല. ഇതേ സമയത്തിന് ഫ്രാങ്ക് പറയാണ്, ഒരു ഡിറ്റക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ വെറുതെ ഈ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും പോരാ, തലയിൽ അല്പം മൂളയും കൂടെ വേണം. ഇവന്മാര് ശരിക്കും ആ ഒരു ബാങ്കിലേക്ക് വന്നിരിക്കുന്നത് സ്വർണ്ണോ അല്ലെങ്കിൽ പണവോ ഡയമണ്ടോ ഇതൊന്നും മോഷ്ടിക്കാനല്ല. അവർക്ക് ആവശ്യമുള്ള എന്തോ ഒരു ഡാറ്റ അവിടെ ഉണ്ടായിരുന്നു, അതെടുക്കാൻ വേണ്ടി മാത്രമാണ് അവർ വന്നത്. അതുപോലെ തന്നെ കേസിലെ പ്രതികൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവർ കുറച്ചു നേരം എനിക്ക് വിട്ടുക, ചോദിക്കേണ്ട പോലെ ചോദിച്ചാൽ അവർ ഉത്തരം പറയും. ഇതേ നേരം മറ്റൊരു പോലീസുകാരൻ വന്നിട്ട് ഫ്രാങ്കിനോട് പറയാണ്, സാറിന്റെ ഓഫീസിൽ ഏതോ ഒരു ലേഡി വന്നിരിക്കുന്നുണ്ട്, കംപ്ലൈന്റ് എന്തോ തരാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ നോക്കിക്കോളാം എന്നിട്ട് ഫ്രാങ്ക് ഇപ്പോൾ ആ ഒരു കർട്ടന്റെ ഇടയിലൂടെ നോക്കുന്നുണ്ട്, ഇതിപ്പോൾ ആരെ വന്നിരിക്കുന്നതെന്ന്. നോക്കുമ്പോൾ ഒട്ടുക്കത്തെ ഷേപ്പുള്ള ഒരു ലേഡി അവർക്ക് ആ ഒരു ടേബിളിൽ ഇരിക്കുകയാണ്. കയ്യിലുണ്ടായിരുന്ന ചായക്കപ്പും താഴെ വെച്ച് എന്റെ അമ്മ എന്തൊരു സുന്ദരിയെന്ന് പറഞ്ഞിട്ട് വാതിലും തുറന്ന് ഉള്ളിലേക്ക് കയറിയപ്പോൾ ഈ ഡ്രസ്സെല്ലാം തൂക്കിയിടുന്ന ഹാങ്കർ ഉണ്ടല്ലോ, അതിന്റെ മേലെ മഫും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ നിഴലിൽ ഒരു പ്രത്യേക ഷേപ്പായി വന്നതാണ്. പാവം ചമ്മി പോയി. എന്തായാലും അവിടുന്ന് പിന്നീട് ഇപ്പുറത്തേക്ക് നോക്കിയപ്പോൾ ശരിക്കും ഫ്രാങ്ക് ഞെട്ടിപ്പോയി കേട്ടോ. കണ്ട ഭയങ്കര ലുക്ക് തോന്നുന്ന ഒരു ലേഡി, ആടി മുതൽ മുടി വരെ നമ്മുടെ ഫ്രാങ്ക് അങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാര്യ മരിച്ചേ പിന്നെ വേറൊരു പെണ്ണിനെ കണ്ടിട്ട് ഇപ്പോഴാണ് ഇത്ര വലിയ ആഗ്രഹം തോന്നുന്നത്. കുറച്ചു നേരത്തേക്ക് അവന്റെ മൈൻഡ് വേറെ എവിടെ ആയി പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അത് തിരിച്ചു പിടിച്ച് കൂതറയാവല്ല, ഞാനൊരു പോലീസുകാരനാണ്, സ്റ്റാൻഡേർഡ് പിടിക്കാണ്, നേരെ പോയിട്ട് ചെയറിലിരിക്കുന്നുണ്ട്. എന്താണ് മേഡം, എന്താണ് നിങ്ങളുടെ പ്രശ്നം, പറയൂ. എന്തൊരു മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ആ ഒരു ലേഡി പറയാണ്, എന്റെ പേര് ബെത്ത്, കാർ ആക്സിഡന്റിൽ മരിച്ചുപോയില്ലേ സൈമൺ, അവൻ എന്റെ ബ്രദറാണ്. അതുപോലെ സാറേ, നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല, എനിക്കറിയുമോ എന്ന് നിങ്ങൾക്കും അറിയില്ല. എനിക്കറിയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഫ്രാങ്ക് പറയും, തീർച്ചയായും പറയൂ, നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ എനിക്കറിയണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറഞ്ഞ സിനിമ ഞാനും കണ്ടതാണ്. ഇമാതിരി കോമഡി സ്റ്റേഷനിൽ വന്ന് അടിക്കാൻ നിൽക്കരുത്. കാര്യം എന്താണെന്ന് പറ. സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ ബ്രദർ സൈമനെ ആരോ കൊന്നതാണ് സാറേ. അതെന്താ നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ എന്ന് ഫ്രാങ്ക് ചോദിച്ചപ്പോൾ, അത് പിന്നെ ഇന്നലെ രാത്രി അവൻ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു, നാളെ നമുക്ക് കാണണം, എനിക്കൊരു കാര്യം സംസാരിക്കാണ്ട് എന്നൊക്കെ. പക്ഷെ ഇന്ന് രാവിലെ ആയപ്പോൾ സാറേ അവൻ മരിച്ച കാര്യം ഞാൻ അറിയുന്നത് എന്ന് പറഞ്ഞിട്ട് പൂരം കരച്ചിൽ വെത്ത്. വേഗം തന്നെ ഫ്രാങ്ക് അവിടെ ഉണ്ടായിരുന്ന ടിഷ്യൂ എടുത്ത് ബെത്തിന് കൊടുത്തിട്ട് പറയണം, അത് മേഡം പിന്നെ നന്നായിട്ട് മൂക്കെല്ലാം ഒലിക്കുന്നുണ്ട്, അപ്പൊ നിങ്ങളത് ആ ടേബിളൊന്നും തുടക്കരുത് കേട്ടോ, പരമാവധി ടിഷ്യൂ തന്നെ ആക്കിയതാ ഈ ഡസ്റ്റ്ബിനിൽ ഇട്ടോന്ന് പറയാം. പിന്നെ വേറൊരു കാര്യം മേഡം, നിങ്ങൾ ഈ പറയുന്നത് പോലെ അതൊരു കൊലപാതകമായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നില്ല, നോക്കട്ടെ അന്വേഷിക്കാന്ന് പറയണം. എന്നാൽ ഫ്രാങ്കിന്റെ മറുപടി ബെത്തിന് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. അതുകൊണ്ട് തന്നെ അല്പം റൂഡായിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. എന്നാൽ അവൾ പോയപാട് തന്നെ അവളുടെ പിന്നാലെ ചെന്ന് നമ്മുടെ ഫ്രാങ്ക് നോക്കുന്നുണ്ട്. കാരണം ഇത്രയും മനംമയക്കിയ ഒരു സുന്ദരി അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. എന്നാൽ ഫ്രാങ്ക് മാത്രമായിരുന്നില്ല അവളെ വായും പൊളച്ച് നോക്കി നിന്നരുത്, ആ സ്റ്റേഷനിലുണ്ടായിരുന്ന എല്ലാ തന്തമാരും നോക്കി നിൽക്കുകയാണ്. ഇതെന്തത് നാണക്കേട്, ഇത്ര പ്രായമായിട്ടും വായി നോക്കി നിൽക്കുന്നു, പോയി പണിയെടുക്കടോ. എല്ലാത്തിനെയും അവിടുന്ന് ഓടിച്ചു വിടുകയാണ്. എന്തായാലും ഇതിനുശേഷം ഫ്രാങ്ക് നേരെ ചെല്ലുന്നത് ഈ മരിച്ചുപോയി സൈമൺ ഉണ്ടല്ലോ, അവൻ ജോലി ചെയ്ത ആ ഒരു ഇലക്ട്രിക്കൽ കാർ കമ്പനിയിലേക്കാണ്. അതിന്റെ മുതലാളി മറ്റാരുമല്ല, ആ റിച്ചാർഡ് തന്നെയാണ്. അതായത് ബാങ്കിൽ നിന്നും എന്തോ ഒരു സാധനം മോഷ്ടിച്ച് ആ കള്ളൻ ഗുസ്താവോ ഒരാളുടെ കയ്യിൽ കൊണ്ടേ കൊടുത്തില്ലേ, അതേ ബിസിനസ്സുകാരൻ തന്നെ ഈ റിച്ചാർഡ്. എന്തായാലും ഒരു പാർട്ടി നടക്കുന്ന ഒരു സ്ഥലത്താണ്. അങ്ങനെ ഈ റിച്ചാർഡിനെ പോയിട്ട് ഫ്രാങ്ക് കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അതായത് ഇയാളുടെ കമ്പനിയിലെ ഒരു എംപ്ലോയി ആയിരുന്നല്ലോ സൈമൺ. സൈമനെ നന്നായിട്ട് തന്നെ റിച്ചാർഡിനെ അറിയാം. റിച്ചാർഡ് പറയുന്നത് കമ്പനിയിലെ നല്ലൊരു സ്റ്റാഫ് തന്നെയായിരുന്നു, നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയർ ആണ്, എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പഠിക്കും, ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ അവൻ ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷെ എന്ത് പറയാനാ, എന്തിനാണെന്ന് അറിയില്ല, ആത്മഹത്യ ചെയ്ത് കളഞ്ഞു, പാവം പയ്യൻ. ഇതും പറഞ്ഞ് ഇച്ചിരി കണ്ണെന്ന് വെള്ളമൊക്കെ ഒലിപ്പിച്ചുകൊണ്ട് ഒരു സിഗരറ്റ് കത്തിക്കാൻ നിൽക്കുന്ന സമയത്ത് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ മാച്ച് ബോക്സ് നമ്മുടെ ഫ്രാങ്ക് ശ്രദ്ധിക്കുകയാണ്. കാരണം സൈമന്റെ കാറിൽ നിന്നും കിട്ടിയ അതേ ടൈപ്പ് മാച്ച് ബോക്സ് തന്നെ. അപ്പൊ ഈ തീപ്പെട്ടി എവിടുന്നാ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ, ഇത് എവിടുന്ന വാങ്ങിയെന്ന് ചോദിച്ചപ്പോൾ, ഇത് വാങ്ങിയതൊന്നുമല്ല, ഇത് ഞങ്ങളുടെ പാർട്ടിയിൽ ഞങ്ങൾ തന്നെ കൊടുക്കുന്ന ഒരു പ്രത്യേക തരം തീപ്പെട്ടിയാണ്, അതായത് ഒരു മാച്ച് ബോക്സ് ആണ്. എന്നാൽ റിച്ചാർഡ് നമുക്ക് പിന്നെ കാണുന്നുണ്ട് ഫ്രാങ്ക് അവിടെ നിന്ന് പോവാണ്. എന്നാൽ ഫ്രാങ്ക് പോയി കഴിഞ്ഞ വേർഡ് തന്നെ റിച്ചാർഡ് ഇയാളുടെ ആരെയോ ഒരാൾ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ആ ഫ്രാങ്ക് ഇവിടെ വന്നായിരുന്നു, കാര്യങ്ങൾ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോവാതിരിക്കാനായിട്ട് ഒരു കാര്യം ചെയ്യ്, നാളെ തന്നെ അവനിക്കുള്ള ഗിഫ്റ്റ് അങ്ങ് അയച്ചേക്കെന്ന് പറയാണ്. പിറ്റേ ദിവസം രാവിലെ ഫ്രാങ്ക് നോക്കുമ്പോൾ അവന്റെ അരികിലേക്ക് ഫുൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള, നമുക്ക് ഈ പറഞ്ഞാൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കിഡിലൻ ഇലക്ട്രിക്കൽ കാർ, അത് അവന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത് മറ്റാരുമല്ല, റിച്ചാർഡ് ആണ്. ആഹാ, ആള് പണക്കാരനാണെങ്കിൽ നല്ല മനസ്സുള്ള ആളാണല്ലോ, ഒരു എളുപ്പമില്ലാതെ ആ ഗിഫ്റ്റ് മേടിക്കുകയാണ് അവനിപ്പോ. ഇതിനുശേഷം നേരെ സ്റ്റേഷനിലേക്ക് പോവാണ്. അന്ന് ആ റോബറി നടത്താൻ വന്ന ഒരു കള്ളനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അവനോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് അവൻ പറയുന്നത് ഞാനന്ന് മോഷ്ടിക്കാനേ വന്നിട്ടില്ല എന്നാ. ഓഹോ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കോർട്ടിലും അതുപോലെ തന്നെ ഞങ്ങളുടെ വണ്ടിയിലും 24 മണിക്കൂറും വർക്കാവുന്ന ക്യാമറ ഗവൺമെന്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ വിഷ്വൽ നോക്കാം, അതിൽ നീ പെട്ടിട്ടുണ്ടോ നോക്കാം. അപ്പൊ ആ വിഷ്വൽസ് പ്ലേ ചെയ്യാനായിട്ട് ഒരു ടിവിയും അതുപോലെ തന്നെ റിമോട്ടും നമ്മുടെ ഡിറ്റക്റ്റീവ് ബെർണിയോട് കൊണ്ടുവരാൻ പറയാണ്. അങ്ങനെ അത് കൊണ്ടുവന്നു, അതിൽ വിഷ്വൽസ് പ്ലേ ചെയ്യാണ്. ആദ്യം തന്നെ നമ്മുടെ ഫ്രാങ്ക് കാറിൽ അങ്ങനെ പോവാണ്. ആഹാ, നല്ല അടിപൊളി വിഷ്വൽ, കാണടാ
എന്റെ ജോലിയൊക്കെ എങ്ങനെയാണെന്നുള്ളത്. ഇതിനിടയിൽ ഫുഡ് കഴിക്കുന്ന ആ വിഷ്വലൊക്കെ ഉണ്ട് കേട്ടോ. വായം പൊളിച്ച് അങ്ങനെ കുത്തി തിരികെ വെക്കുകയാണ്. ഇത് കണ്ട ആ കള്ളൻ തന്നെ ചോദിക്കുന്നുണ്ട്, സാറേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഫുഡ് കാണുന്നത്? ഫ്രാങ്ക് ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. ഇതേ നേരത്ത് തന്നെ റോഡിൽ എന്തോ അലമ്പ് കളിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് ഫ്രാങ്ക് പോകുന്നുണ്ട്. ഇതെല്ലാം ആ ക്യാമറയിൽ റെക്കോർഡ് ആവുന്നുണ്ട്. ആ വിഷ്വൽ ഇവർ കാണുകയാണ്. അപ്പൊ അയാൾക്ക് ചെന്നിട്ട് ലൈസൻസ് ഒക്കെ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ആ സാറേ ഞാനിപ്പോൾ തരാന്ന് പറഞ്ഞിട്ട് ഇയാൾ വെള്ളം അടിച്ചിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. ഇയാളുടെ ഡാഷ്ബോർഡിൽ നിന്ന് ലൈസൻസോ അങ്ങനെ എന്തോന്ന് എടുക്കാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗണ്ണ് എടുക്കുകയാണ്. ഗണ്ണ് പെട്ടെന്ന് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഫ്രാങ്ക് ഒന്ന് പേടിച്ചുപോയി. അറിയാതൊരു വളി ഇട്ട് പോവാണ്. അത് തന്നെ വളി പേടിച്ചപ്പോൾ പെട്ടെന്ന് ഇട്ടുപോയി. എന്ത് ചെയ്യാനാ, അതിന്റെ ആ ഒരു ശബ്ദം കറക്റ്റ് ക്യാമറയിൽ റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ടോയ്ലറ്റ് പോകാന്ന ഒരു ഫീലും അയാൾക്ക് വരുന്നുണ്ട്. ഇപ്പൊ മാന്യമായിട്ട് ഫ്രാങ്ക് ആ കള്ളുകൂടിയനോട് പറയണം നമുക്ക് ലൈസൻസ് പിന്നെ നോക്കാം, ഞാൻ ഇപ്പൊ വരെ അർജന്റാന്ന് പറഞ്ഞിട്ട് കൈ പതിയെടുത്ത് ബേക്കിൽ പൊത്തി വെച്ച് കാലകത്തി വെച്ച് നടക്കുകയാണ്. അല്ലെങ്കിൽ പണി പാളി പോവേ. ഈ സമയത്ത് ഫ്രാങ്ക് മനസ്സിൽ പറയുന്നുണ്ട്, ദൈവമേ എന്താവശ്യത്തിന് എന്തിനാണ് ഞാൻ ഈ വിഷ്വൽ ഇവരെ കാണിച്ചത്? ഇനിയും ഇതിവരെ കാണിച്ചാൽ ഞാൻ വല്ലാണ്ട് വഷളായി പോകും. ഇതെങ്ങനെയെങ്കിലും തടുക്കണം. എന്നാൽ ഡിറ്റക്റ്റീവ് ബെർണയാണെങ്കിൽ ഓരോ വീഡിയോ അങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. മാത്രമല്ല കാറിൽ പോകുന്ന സമയത്ത് വല്ലാണ്ട് അപ്പിടാൻ മുട്ടുന്നുണ്ടല്ലോ. അപ്പൊ ബേക്കൊക്കെ ഇങ്ങനെ മാക്സിമം പൊത്തി വെച്ചിട്ടുണ്ട്. അതായത് ഈ ഓഫീസിലുള്ള എല്ലാ ആൾക്കാരും ഇത് കാണുന്നുണ്ട്. ആകെ വഷളായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫ്രാങ്ക് ഇപ്പോൾ. അതുപോലെ തന്നെ ടോയ്ലറ്റിലെ ഏതൊരു സ്ഥലം കണ്ട് അങ്ങോട്ടേക്ക് ഓടി ചെല്ലാണ്. നോക്കുമ്പോൾ വാതില് പൂട്ടിയിരിക്കുകയാണ്. ഉള്ളിൽ ഏതോ ഒരുത്തനുണ്ട്. അപ്പൊ തന്നെ ഗണ്ണെടുക്കാണ്. 2 പൊട്ടിക്കല് പൊട്ടിക്കാണ്. ഇറങ്ങടാ വന്നീ പുറത്തേക്ക്. അതായത് ഇത് മുട്ടിക്കഴിഞ്ഞാൽ പിന്നീട് മനുഷ്യൻ എന്തൊക്കെയാ ചെയ്യാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ വെടിവെച്ച കേട്ട സമയത്ത് ഉള്ളിലുള്ള ആളെ പേടിച്ച് ഡോറും തുറന്ന് ഓടുകയാണ് കേട്ടോ. ഇതൊക്കെ കംപ്ലീറ്റ്ലി ഓഫീസിലുള്ള എല്ലാവരും കാണുകയാണ്. ഫ്രാങ്ക് ആകെ തളർന്നു പോയി റൂമിന്റെ ഒരു മൂലക്കിൽ ഇരിക്കുകയാണ്. ഇപ്പൊ ഡിറ്റക്റ്റീവ് ബെർണയെ നോക്കിയിട്ട് പറയാണ്, ഇതിന്റെ ആവശ്യമുണ്ടോ? നിനക്ക് ആ കള്ളന്മാര് വന്ന ആ ഒരു വിഷയം മാത്രം കാണിച്ചാൽ പോരെ. അങ്ങനെ അവസാനം എന്തോ ഭാഗ്യത്തിന് ബാക്കിയുള്ളതൊന്നും ആരും കണ്ടില്ല കേട്ടോ. അല്ല ഇനിയിപ്പോ എന്ത് കാണാനാ, ഉള്ള മാനം മുഴുവൻ പോയില്ലേ. എന്തായാലും അവസാനം ബാങ്കിലേക്ക് കള്ളന്മാര് വന്ന ആ ഒരു വിഷ്വൽസ് ഒക്കെ പ്ലേ ആവാൻ തുടങ്ങി. അതിൽ ഈ ഒരു കള്ളന്റെ മുഖം വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവസാനം അവനത് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ ഈ കള്ളനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവൻ പറയുന്നത്, അതായത് പണമോ സ്വർണ്ണമോ ഒന്നും മോഷ്ടിക്കാനല്ല ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത്, പ്രത്യേക ഒരു ഡോക്യുമെന്റ് മാത്രം മോഷ്ടിക്കാനാ. പക്ഷെ അത് ആർക്ക് വേണ്ടിയിട്ടാണ്, എന്തിനാണ് എന്നൊന്നും അറിയില്ല. എന്തായാലും ആ മോഷണം പോയ ആ ഒരു ലോക്കർ ഉണ്ടല്ലോ, അത് ആരുടേതാണെന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ കാർ അപകടത്തിൽ മരിച്ചുപോയ സൈമൺ ഉണ്ടല്ലോ, അവന്റേതായിരുന്നു ആ ഒരു ഷെൽഫ്. ഇതെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് ഫ്രാങ്കിന് ഒരു കാര്യം മനസ്സിലായി. ഈ ബാങ്ക് റോബറി കേസും അതുപോലെ തന്നെ മരിച്ചുപോയ സൈമന്റെ കേസും ഇത് രണ്ടും ഒന്നാണ്. അതുപോലെ തന്നെ സൈമന്റെ വണ്ടിയിൽ നിന്നും കിട്ടിയ ആ ഒരു മാച്ച് ബോക്സ്, അതിനർത്ഥം റിച്ചാർഡ് പറഞ്ഞതുപോലെ അയാളുടെ ആ ഒരു നൈറ്റ് പബ്ബിൽ മാത്രം കൊടുക്കുന്ന ഒരു ടൈപ്പ് മാച്ച് ബോക്സ് ആണത്. സോ ആ ഒരു സാധനം സൈമന്റെ കയ്യിൽ മരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ തലേ ദിവസം രാത്രി അവൻ എന്തായാലും ആ ഒരു ക്ലബ്ബിൽ പോയിട്ടുണ്ടാവുമല്ലോ. മാത്രമല്ല ആ ക്ലബ്ബുള്ള ഭാഗത്തു നിന്നും ഒരു 1/2 കിലോമീറ്റർ മാറിയിട്ടാണ് സൈമൺ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അപ്പൊ തന്നെ നമ്മുടെ ഫ്രാങ്കിന് മനസ്സിലായി സംതിങ് ഫിഷി. ഇതിനുശേഷം ബിസിനസ്സുകാരനായിട്ടുള്ള റിച്ചാർഡിനെ കാണിക്കുകയാണ്. റിച്ചാർഡിന്റെ കയ്യിലാണ് സൈമന്റെ ആ ഷെൽഫിൽ നിന്നും അന്ന് മോഷ്ടിച്ച ആ ചെറിയ ഡിവൈസ് ഉള്ളത്. അതെന്താണെന്ന് റിച്ചാർഡ് അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള സുഹൃത്തുക്കൾ പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാവരും വലിയ ബിസിനസ്സുകാരാണ്. ഈ ലോകത്തിൽ വലിയൊരു മാറ്റം ഈ ഒരു മെഷീനിലൂടെ ഇവർ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. ഈ മെഷീൻ ഒരു ആൾക്കൂട്ടത്തിൽ ചെന്ന് ഓൺ ആക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന ആ ഒരു സൗണ്ട് വേവ് അത് മനുഷ്യനെ വല്ലാതെ ട്രിഗർ ചെയ്യും. മനുഷ്യർ മൃഗങ്ങളെ പോലെയാവും. അങ്ങോട്ടും ഇങ്ങോട്ട് തല്ലി ഇവന്മാര് ചാവാൻ തുടങ്ങും. അതായത് ഈ ലോകത്തിൽ മനുഷ്യന്മാര് പെറ്റ് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ കൂടിപ്പോയാൽ ശരിയാവില്ല. ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യണം. നമ്മൾ പല ആൾക്കൂട്ടത്തിന്റെ ഇടയിലേക്കും ഇങ്ങനെയുള്ള ഡിവൈസുകൾ കൊണ്ടുപോയി വെക്കും. അങ്ങനെ ഒരുപാട് ആൾക്കാർ തല്ലി മരിക്കുമല്ലോ. അവസാനം വരുന്ന ആൾക്കാരെ മാത്രം, ആ ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട് മാത്രം നമുക്ക് പുതിയൊരു ലോകം പണിതെടുക്കണം. നമ്മൾ ഉണ്ടാക്കുന്ന ടെക്നോളജി, നമ്മുടെ നോളജ്, ഇതൊക്കെ അവർക്ക് വേണ്ടി മാത്രമായിരിക്കും നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അർഹതയുള്ളവര് അത് എടുക്കട്ടെ. മാത്രമല്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോൾ എല്ലാവരും വയലന്റ് ആകുമ്പോൾ ഈ പറഞ്ഞ റിച്ചാർഡിനെയും അവന്റെ കൂട്ടക്കാരെയൊക്കെ ആക്രമിക്കാൻ വരുമല്ലോ. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇവർക്ക് സ്പെഷ്യൽ ആയിട്ട് ഏതോ മലയുടെ മുകളിൽ എന്തൊക്കെയോ ബങ്കറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഈ ലോകത്തിനെ തന്നെ നശിപ്പിച്ച് മനുഷ്യനെ ഇല്ലാതാക്കി മറ്റൊരു ലോകം ഉണ്ടാക്കിയെടുക്കലാണ് ഇവരുടെ ലക്ഷ്യം. എന്തായാലും ഇവിടെ സീൻ കെട്ടായി അടുത്ത സീനിൽ ഫ്രാങ്കിനെ കാണിക്കാൻ. ഫ്രാങ്ക് നേരെ പോകുന്നത് അന്ന് രാത്രി സൈമൺ പോയ ആ ഒരു പബ്ബിലേക്കാണ്. അതായത് റിച്ചാർഡിന്റെ ഉടമസ്ഥതയിലുള്ള ആ പബ്ബ്. അങ്ങോട്ടേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന ഒരു ബാറിൽ നിൽക്കുന്ന പയ്യനെ കാണാണ്. അപ്പൊ അവനോട് ചോദിക്കുകയാണ്, ഇവിടെ 2 ദിവസം മുന്നേ സൈമൺ എന്ന് പേരുള്ള ഒരാൾ വന്നായിരുന്നു. അപ്പൊ ആ പയ്യൻ പറയാണ്, എനിക്കറിയാം പക്ഷെ ഞാൻ പറയില്ല. അപ്പൊ ഫ്രാങ്ക് ചോദിക്കുകയാണ്, അതെന്താ മോനെ നീ പറയാത്തേ? അതെന്താന്ന് അറിയാ ചേട്ടാ, നിങ്ങൾ എന്റെ ചേട്ടനെ ഒരു ദിവസം പിടിക്കാൻ നോക്കി. നിങ്ങളെ കണ്ട് പേടിച്ച് ഓടിയപ്പോ നിങ്ങൾ ഷൂട്ട് ചെയ്തു. ആ ഉണ്ട കൊണ്ടത് എവിടെയാണെന്നറിയോ? എന്റെ ചേട്ടന്റെ ചന്തിയിൽ. കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, എനിക്കറിയാമെങ്കിലും ഞാൻ ഒന്നും പറയില്ല എന്ന് പറയാണ്. ഈ സമയത്ത് ഫ്രാങ്ക് ചോദിക്കുകയാണ്, ഓ ടോണിയുടെ അനിയനാണല്ലേ നീ? അല്ല ആശാൻ ഇപ്പൊ എവിടെയുള്ളത്? കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ? ഏയ് ഒരു കുഴപ്പമില്ല. ആസനത്തിൽ വെടികൊണ്ടാല് എങ്ങനെ ഇരിക്കും? നല്ല സുഖമായിരിക്കും. അപ്പോ നമ്മുടെ ഫ്രാങ്ക് ചോദിക്കുകയാണ്, നീ അപ്പൊ ഒന്നും പറയില്ല? ഇല്ലാന്ന് ആ പയ്യനും. ഫ്രാങ്ക് ഒന്നും നോക്കില്ല. അവന്റെ മുടി അങ്ങോട്ട് പിടിക്കുകയാണ്. ടേബിളിൽ 1 1 കുത്ത്, 2 2 കുത്ത്, 3 3 കുത്ത്. ഇത്ര ആയപ്പോ ചെറുക്കന്റെ കിളി അങ്ങോട്ട് പറയാണ്, സാറേ 2 ദിവസം മുന്നേ ആളിവിടെ വന്നായിരുന്നു. ആ കാണുന്ന ടേബിളിലായിരുന്നത്. ഇതങ്ങോട്ട് നേരത്തെ പറഞ്ഞായിരുന്നെങ്കിൽ ഇമാതിരി അടി കിട്ടുമായിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ CCTV വിഷയം എനിക്ക് വേണമല്ലോ. അതെവിടെ പോയാലും കിട്ടുക? ദാ സാറേ ദാ കാണുന്ന റൂമിലേക്ക് പോയാൽ മതി. എന്താ നോക്കിയ തത്തയല്ല താറാവ് പറയുന്നത് പോലെ പയ്യൻ പറയുന്നത്. ഈ സമയത്താണ് ആ ബാറിൽ വെച്ച് നമ്മുടെ ഫ്രാങ്ക് ബെത്തിനെ കാണുന്നത്. വാവ് വാട്ട് എ സെക്സി ലുക്ക്. എന്തായാലും ഫ്രാങ്കിനെ കണ്ടപ്പോൾ കയ്യിലൊരു വൈൻ ഗ്ലാസും വെച്ചുകൊണ്ട് ബെത്ത് അവന്റെ അടുത്തേക്ക് നടന്നു വരികയാണ്. വാട്ട് എ വാക്ക്, സോ ഹോട്ട്. അങ്ങനെ വരുന്ന സമയത്ത് തല പോയിട്ട്
അവിടെ ഉണ്ടായിരുന്ന തൂണിൽ ഒറ്റ ഇടിയാണ്. ടങ്. ഹോ ശിവനെ, കണ്ണും കാണുന്നില്ല ചെവിയും കേൾക്കുന്നില്ല, ഇത് ഏത് ജില്ല? എന്തായാലും ഒന്ന് ഹോട്ടാവോന്നാക്കിയതാ, പക്ഷേ പാളിപ്പോയി. അങ്ങനെ ഇപ്പോ നമ്മുടെ ബെത്തിന്റെ അടുത്ത് ഫ്രാങ്ക് ചോദിക്കുന്നു, അല്ല നീ എന്താ ഇവിടെ വന്നത്? ഇപ്പൊ ബെത്ത് പറയാണ്, അന്ന് ഞാൻ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞല്ലേ എന്റെ ചേട്ടനെ ആരോ കൊന്നയാന്ന്, നിങ്ങൾ അത് വലിയ കാര്യമാക്കി എടുത്തില്ല, അപ്പൊ ആ കേസ് ഞാൻ തന്നെ അന്വേഷിക്കാന്ന് തീരുമാനിച്ചു. അപ്പൊ ഫ്രാങ്ക് പറഞ്ഞത് അത് അന്വേഷിക്കാൻ തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇതേ നേരത്താണ് ഈ ഒരു ബാറിന്റെ ഓണർ ആയിട്ടുള്ള റിച്ചാർഡ് അങ്ങോട്ടേക്ക് വരുന്നത്. റിച്ചാർഡിന് അറിയില്ലായിരുന്നു ഈ വന്നിരിക്കുന്ന ഈ ലേഡി ബെത്ത് സൈമന്റെ സിസ്റ്റർ ആണെന്നുള്ള കാര്യം. അപ്പൊ അവളോട് എന്തോ ഒരു അട്രാക്ട് തോന്നിയിട്ട് അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഫ്രാങ്ക് പറയാണ്, നീ നൈസായിട്ട് അവനെയും കൂട്ടി ഒന്ന് മാറി നിൽക്ക്, ഞാൻ തൽക്കാലം ആ ഒരു CCTV റൂമിൽ ഒന്ന് പോയി നോക്കട്ടെ. അങ്ങനെ ആ പറഞ്ഞതുപോലെ ഫ്രാങ്ക് നേരെ CCTV റൂമിലേക്ക് പോവാണ്. എന്തായാലും കാവലിനായിട്ട് ആളുണ്ടാവുമല്ലോ, അവരായിട്ട് ഫൈറ്റ് ഉണ്ടാവുമല്ലോ. ഫൈറ്റ് ഉണ്ടായി. എന്തായാലും അതിനൊടുവിൽ CCTV വിഷ്വൽ പരിശോധിക്കുകയാണ്. ഇതേ സമയത്തിന് നമ്മുടെ റിച്ചാർഡിന് എന്തോ ഒരു തോന്നല്, എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. അപ്പൊ വലങ്കൈയായിട്ടുള്ള ഗുസ്താവോ കളിക്കുകയാണ്. എന്താ കാര്യം പോയി നോക്കാമെന്ന് പറയാണ്. ഇതേ നേരത്ത് തന്നെ ഈ റിച്ചാർഡിന്റെ ശ്രദ്ധ ഒന്ന് തിരിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ബെത്ത് എന്താക്കി നേരെ സ്റ്റേജിൽ പോയിട്ട് ഒരു പാട്ട് പാടാൻ അങ്ങ് തീരുമാനിക്കുകയാണ്. അവളിങ്ങനെ പറയുന്നത്, എന്റെ ഇഷ്ട കാമുകനായിട്ടുള്ള റിച്ചാർഡിന് വേണ്ടി ഒരു കിടിലൻ ഗാനം ഞാൻ ഇവിടെ ആലപിക്കാൻ പോവുകയാണ്. മ്യൂസിക്കൽ ടീം നന്നായിട്ട് തന്നെ എനിക്ക് വേണ്ടി നിങ്ങൾ വായിച്ചു തരണേ. അപ്പൊ ഞാൻ തുടങ്ങാൻ പോവുകയാണ്. നിങ്ങളൊന്ന് പറഞ്ഞേ, ഈ പാട്ട് കേട്ട് ഒരു മനുഷ്യജീവിക്ക് ഇത് ആസ്വദിക്കാൻ പറ്റുമോ? എന്നാൽ എന്തുകൊണ്ടാന്ന് അറിയില്ല, റിച്ചാർഡ് ആ പാട്ട് കേട്ട് അങ്ങോട്ട് ആസ്വദിച്ചങ്ങോട്ട് ഇരിക്കുക. അവന്റെ ഒരു ഇരുത്തം നിങ്ങളൊന്ന് നോക്കിയേ. ഇപ്പൊ മറ്റൊരു ഭാഗത്ത്, അതായത് CCTV വിഷ്വൽ എടുക്കാൻ വേണ്ടി ഫ്രാങ്ക് പോയല്ലോ. അപ്പൊ എന്തോ സംശയം തോന്നിയിട്ട് ചില ആളുകൾ അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ഫ്രാങ്ക് CCTV വിഷ്വൽ നോക്കിയ സമയത്ത് ഈ സൈമൺ മരിക്കുന്നതിന്റെ അന്ന് രാത്രി ഈ ഒരു ബാറിൽ വന്നിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ട് ഈ റിച്ചാർഡുമായിട്ട് ചെറിയൊരു വഴക്കിട്ടിട്ടുണ്ട്. ഇതിനുശേഷം സംസാരിച്ചത് ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു റിപ്പോർട്ടറുമായിട്ടാണ്. സോ ആ റിപ്പോർട്ടറെ കണ്ട് എനിക്ക് കാര്യങ്ങൾ ചോദിക്കണം. അതായത് ഈ സൈമണും ആ റിപ്പോർട്ടറും തമ്മിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ അല്ലറ ചില പ്രശ്നങ്ങളൊക്കെ നടന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ ഫ്രാങ്ക് ആണെന്ന് മനസ്സിലായിട്ട് ഈ ഫ്രാങ്കിന്റെ ഹെഡ് ഓഫീസിൽ വിളിച്ചു പറഞ്ഞ്, അതായത് ചീഫിന് കംപ്ലൈന്റ് ചെയ്യാണ്, ഇവൻ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് അലമ്പാക്കിയെന്ന്. അതുകൊണ്ട് തന്നെ ഫ്രാങ്കിന് ഇപ്പൊ ചീഫായിട്ടുള്ള ആ ഒരു ലേഡി വിളിക്കാണ്, പൂരത്തെറി പറയാണ്. അതായത് 2 ആഴ്ചത്തേക്ക് ഈ പരിസരത്തേക്ക് വരേണ്ട, സസ്പെൻഡ് എന്ന് പറയാണ്. അതുപോലെ തന്നെ ഫ്രാങ്കിനെ എപ്പോഴും നിരീക്ഷിക്കാനായിട്ട് ഗുസ്താവോയെ റിച്ചാർഡ് അവന്റെ പിന്നാലെ വിട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഫ്രാങ്ക് അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോയിട്ടുണ്ട്. കയ്യിലൊരു കോഫി ഗ്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. ഡോറ് തുറക്കാൻ നിൽക്കുമ്പോൾ അതിന്റെ ആ ഒരു സൈഡിലായിട്ട് ഇരുട്ടിൽ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. മറ്റാരുമല്ല, നമ്മുടെ ബെത്ത് തന്നെ. എന്നാൽ ഇരുട്ടിൽ അങ്ങനെ കണ്ടതുകൊണ്ട് നമ്മുടെ ഫ്രാങ്ക് ഒറ്റ ഞെട്ടിലാണ്. അമ്മേ വടയക്ഷി. കയ്യിലുണ്ടായിരുന്ന ചായയും താഴെ പോയി. ഇതേ നേരം തന്നെ ബെത്ത് പറയാണ്, ആഹാ നല്ല ധൈര്യമാണല്ലോ, ഇത്രക്ക് ധൈര്യം എന്റെ സാറിന് എവിടുന്ന് കിട്ടിയേ? ഇപ്പൊ ഫ്രാങ്ക് ചോദിക്കുകയാണ്, ഈ നട്ടപ്പാതിരയ്ക്ക് നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്റെ ആസനത്തിൽ സുണ്ണാമ്പ് തേക്കാനാണോ? വന്ന കാര്യം പറ മോളെ എന്ന് പറയണം. അല്ല നിങ്ങൾ ആ CCTV വിഷയിലൊക്കെ നോക്കിയില്ലേ, എന്തെങ്കിലും കിട്ടിയോന്ന് ചോദിക്കണം. അവ നമുക്ക് ഉള്ളിൽ പോയിട്ട് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടി ഇപ്പോൾ അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലേക്ക് പോവാണ്. എന്നാൽ പോയി കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കിടയിലും ഒരു റൊമാൻറ്റിക് മൂഡ്. എന്തോ ഒറ്റയ്ക്കല്ലേ, കുറെ ദിവസമായിട്ട് രണ്ടുപേരുടെ ഉള്ളിലും ചെറിയ ആശകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. എന്തായാലും ഉള്ളിലേക്ക് വന്ന പാടിനെ ഫ്രാങ്ക് ഇന്ന് ഞാൻ പൊളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറ്റുകയാണ്. എന്നാൽ ഇതേ നേരം തന്നെ മറ്റൊരു ബിൽഡിങ്ങിൽ നിന്നും ഇതിന്റെ ഉള്ളിൽ എന്താ നടക്കുന്നതെന്ന് ഒരാൾ അങ്ങനെ നോക്കുന്നുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ ഗുസ്താവ് തന്നെ. ഇതിനിടയിൽ അവർ ആ ഒരു കർട്ടൻ മാറ്റുകയാണ്. ഇപ്പൊ ഗുസ്താവ് വിചാരിക്കണം, ആഹാ ബോസ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇയാൾ എന്ത് ചെയ്താലും അത് നോക്കണമെന്ന്. അതുകൊണ്ട് തന്നെ ആശാൻ ഈ ചുമരിന്റെ മറവിൽ നടക്കുന്ന കാര്യങ്ങൾ വരെ കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബൈനോക്കുലർ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ച് നോക്കുകയാണ്. ഇവിടെ വെച്ച് കുറച്ച് കോമഡി ഉണ്ട്, അത് പറയാൻ പറ്റില്ല, കുറച്ച് 18+ ആണ്. പക്ഷെ ആ വിഷ്വൽ നിങ്ങൾ നേരിട്ട് കണ്ടാൽ ഉറപ്പച്ചിരിച്ച് നിങ്ങൾ അടപ്പ് എറിയും. അമ്മാതിരി വിഷ്വലാണ്. പക്ഷെ കുട്ടികളൊക്കെ ഈ വീഡിയോ കാണുന്നത് കൊണ്ട് ഞാൻ ആ ഒരു കോമഡി ഇവിടെ കാണിക്കുന്നില്ല. എന്തായാലും ഇതിന്റെ അവസാനം നമ്മുടെ ഫ്രാങ്ക് ഇപ്പോൾ ബെത്തിനെ ഉമ്മ വെക്കാനായിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പൊ അവൻ പറഞ്ഞു, നിന്റെ മുടി കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കി ഞാൻ വെച്ചു തരാം. എന്നിട്ട് ആ മുന്നിലുള്ള മുടി ഉണ്ടല്ലോ അതിങ്ങനെ സൈഡിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ആഹാ ഇപ്പൊ അടിപൊളിയായി, എന്താ ലുക്ക് നോക്കി, കുതിരക്ക് കൊമ്പ് വന്നതുപോലെ ഉണ്ട്. എന്തായാലും ഇതിനുശേഷം ചക്കര ഉമ്മ 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 വെക്കാൻ പോകുന്നുണ്ട്. എന്തായാലും അവസാനം റൊമാൻസ് വർക്ക് ആവുകയാണ്. പിന്നെ നമ്മുടെ ഇന്ത്യൻ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ചെറിയൊരു പാട്ടും കുറച്ച് സീനും, വേണമെങ്കിൽ നല്ലൊരു അടിപൊളി പാട്ടും കൂടെ ഒരു വിഷ്വലും ഞാൻ വെച്ചുതരാം. പാട്ട് ഞാൻ തന്നെ വേണമെങ്കിൽ പാടാട്ടോ. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ, നീ അറിഞ്ഞോ നിന്നിലൂറും മോഹഗംഗാചലം, മധുരദേവാമൃതം മധുരദേവാമൃതം. പാട്ടെങ്ങനെ പൊളിയല്ലേ? പണ്ട് സ്കൂളിലൊക്കെ പാടിയ സമയത്ത് മാഷ്മാർ എനിക്ക് സമ്മാനം തന്നിട്ടുണ്ട്. ഇനി ഒരിക്കലും പാടരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഓക്കെ, നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. പാട്ട് റൊമാൻസ് എല്ലാം കഴിഞ്ഞു. ഫ്രാങ്ക് കേസ് അന്വേഷണത്തിലേക്ക് തിരിച്ചു വരികയാണ്. അതായത് സൈമൺ അവസാനമായിട്ട് സംസാരിച്ചത് ആ ഒരു റിപ്പോർട്ടറുമായിട്ടല്ലേ. സോ അയാളോട് നേരിട്ട് സംസാരിക്കാൻ അയാളുടെ വീട്ടിലേക്ക് തന്നെ ഇപ്പൊ നമ്മുടെ ഫ്രാങ്ക് പോവാണ്. ഇനിയുള്ള സീനുകൾ കണ്ടാൽ മനസ്സിലാവും ഈ ഫ്രാങ്ക് ഡിറ്റക്റ്റീവ് എന്ന രീതിയിൽ എത്രത്തോളം ബുദ്ധിമാനാണ് എന്നുള്ളത്. അതായത് കുറെ നേരം വാതിൽ തട്ടി, ഞാൻ ഡിറ്റക്റ്റീവ് ഫ്രാങ്ക് ആണ്, വാതിൽ തുറക്ക്, എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്നൊക്കെയാ പറയുന്നത്. പക്ഷെ വാതിൽ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറെ നേരം കഴിഞ്ഞിട്ടും ആരും തുറക്കാത്തത് കൊണ്ട്
പതിയെ ഡോറ് തുറന്ന് ഫ്രാങ്ക് ഉള്ളിലേക്ക് കയറുകയാണ്. ഉള്ളിലേക്ക് കയറിയ പാട് തന്നെ ചുവന്ന കളറുള്ള എന്തോന്ന് ഇയാളുടെ കാലിലാവുന്നുണ്ട്. ബേസിക് ആയിട്ട് ഒരു മനുഷ്യന് കണ്ടാൽ മനസ്സിലാവും അത് രക്തമാണെന്ന്. എന്നാൽ ഫ്രാങ്ക് വിചാരിക്കാണ് ഇതെന്തെന്നത് ചുവന്ന കളറുള്ള ഒരു വെള്ളം ആരും ഇവിടെ വെച്ച് വെച്ചിരിക്കുന്നത്. ആരെങ്കിലും ഉണ്ടോ? ഒരു ടിഷ്യൂ വരുമോ? കാലൊന്ന് തുടക്കാനായിരുന്നു. എന്നാൽ ആരും വിളി കേൾക്കുന്നില്ല. ഈ മണ്ടന് മനസ്സിലാവുന്നില്ലല്ലോ ഇത് രക്താന്ന്. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് അപ്പുറത്തേക്ക് വന്നപ്പോൾ ടേബിളിലുണ്ട് ഒരു കത്തി. കത്തിയിൽ നിറച്ച് രക്തമാണ്. ഇപ്പൊ ഫ്രാങ്ക് വിചാരിക്കാണ് എന്തോ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി എന്തോ പച്ചക്കറി മുറിച്ചപ്പോ ചിലപ്പോൾ സ്ട്രോബെറി മുറിച്ചപ്പോ ആയതായിരിക്കും. രക്തത്തിന്റെ കളറൊക്കെ ഉണ്ടല്ലോ. ഇതും പറഞ്ഞ ആ കത്തി കയ്യിലേക്ക് എടുക്കുകയാണ്. ചെയ്യാൻ പാടുണ്ടോ? ചെയ്യാൻ പാടില്ലായിരുന്നു, ചെയ്തു. അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു നോട്ട് ഉണ്ടായിരുന്നു. അതായത് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് ആ റെക്കോർഡിംഗ് മെഷീനിൽ റെക്കോർഡ് ചെയ്യണം. അതായത് ആ നോട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇത് ചെയ്തത് ഞാനാണ് എന്ന് പറയാനാണ്. പറഞ്ഞതുപോലെ തന്നെ ഫ്രാങ്ക് ആ മെഷീൻ എടുത്ത് ഓൺ ആക്കി. എന്നിട്ട് പറയാണ് ഇത് ചെയ്തത് ഞാനാണ്. ആഹാ, നല്ല കളി. ഇങ്ങനെയുള്ള കളികൾ ഉണ്ടെങ്കിൽ ഇനിയും പോരട്ടെ. പിന്നീട് ആ കത്തിയും പിടിച്ചുകൊണ്ട് ഹേയ് ഇവിടെ ആരും ഇല്ലെന്ന് പറഞ്ഞിട്ട് അവിടെ മുഴുവൻ അരിച്ചു പെറുക്കാണ്. ഈ സമയത്താണ് ആ തേടി വന്ന ഡിറ്റക്റ്റീവ് അയാളുടെ റൂമിൽ മരിച്ചു കിടക്കുന്നത് ഇപ്പൊ ഫ്രാങ്ക് കാണുന്നത്. ഓ മൈ ഗോഡ്, ഒരു കൊലപാതകം നടന്നിരിക്കുന്നു. പിന്നെയാണ് കയ്യിലേക്ക് നോക്കുന്നത്. കത്തിയിൽ കളറല്ല, ചോരയാണ്. ഓ മൈ ഗോഡ്, ഞാൻ പെട്ടു, വീണ്ടും പെട്ടു. ഓ ദൈവമേ, കുറച്ചെങ്കിലും ബുദ്ധി എനിക്ക് തന്നിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ ഇത് മനസ്സിലാക്കായിരുന്നു. കത്തി പെട്ടെന്ന് വലിച്ചെറിയാണ്. കൈ നന്നായിട്ട് തുടക്കുന്നുണ്ട്. ആദ്യം തുടക്കേണ്ടത് ആ കത്തിയുടെ പിടിയല്ലേ. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ക്രൈം നടന്നു, ഇതാരും കാണിക്കാൻ പാടില്ല. ഇതാരെങ്കിലും കണ്ടാൽ ഇത് ഞാൻ ചെയ്താണെന്ന് വിചാരിക്കും. അതിനു മുന്നേ ഈ ബോഡി എങ്ങനെയെങ്കിലും ഇവിടുന്ന് മാറ്റണം. യെസ്. പെട്ടെന്ന് തന്നെ അയാളുടെ ബോഡി എടുക്കാണ്, തൂക്കി പിടിക്കാണ്. തൂക്കിയ സമയത്ത് മേലെ ഫാൻ ഉണ്ടായിരുന്നു, നല്ല സ്പീഡിൽ കറങ്ങുന്നു. അതിൽ ഇയാളുടെ തല കുറച്ചു നേരം തട്ടി. എന്തൊരു ശബ്ദം മേലിന്ന് കേൾക്കുന്നെന്ന് കരുതിയിട്ട് ഫ്രാങ്ക് മേലേക്ക് നോക്കിയപ്പോൾ ഇയാളുടെ തല ആ ഫാനിൽ തട്ടിയിട്ട് അരഞ്ഞു പോയിട്ടുണ്ട്. മേലെ ആ സീലിംഗിൽ മുഴുവൻ അതിന്റെ ആ ഒരു രക്തമാണ്. ഇതേ നേരം തന്നെ 2 പോലീസുകാർ അങ്ങോട്ടേക്ക് വരികയാണ്. ഫ്രാങ്കിന് മനസ്സിലായി പെട്ടുവെന്ന്. അപ്പൊ തന്നെ ഫ്രാങ്ക് ഒന്നും നോക്കിയില്ല. 2 മലക്കുമറിയലാണ്. ഇത് കണ്ട പോലീസുകാരാകെ ഞെട്ടിപ്പോയി. ഇതെന്തത് അണ്ണാനോ? എന്തായാലും മലക്കുമറിഞ്ഞ ഫ്രാങ്ക് താഴേക്ക് എടുത്ത് ചാടി കാറിൽ കയറിയിട്ട് ഒറ്റ വിടലാണ് കേട്ടാ. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഈ മണ്ടൻ ഓടിക്കുന്ന ഈ കാർ ഉണ്ടല്ലോ, ഇത് അവന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇത് ആര് കൊടുത്ത കാറാണ്? റിച്ചാർഡ് കൊടുത്ത കാറാണ്. ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ കാർ. ഇപ്പൊ ഈ കാർ നിയന്ത്രിക്കുന്നത് റിച്ചാർഡാണ്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഡിസ്പ്ലേയിൽ ഇപ്പൊ അവന്റെ മുഖം വരികയാണ്, റിച്ചാർഡിന്റെ തന്നെ. ഇപ്പൊ റിച്ചാർഡ് ഫ്രാങ്കിനോട് പറയണ എന്താണ് ഫ്രാങ്കെ, വണ്ടി നിന്റെ കൺട്രോളിലല്ല അല്ലേ? കൺട്രോൾ ചെയ്യുന്നത് ഇപ്പൊ ഞാനാണ്. നിനക്കൊരു കാര്യം അറിയണോ? അതായത് സൈമൺ അന്ന് ആ ഒരു കാർ അപകടത്തിൽ മരിച്ചല്ലോ, ഇതുപോലെ തന്നെ അവന്റെ കാർ ഞാൻ കൺട്രോൾ ചെയ്ത് അവനെ കൊന്നത് ഞാനാണ്. ആ റിപ്പോർട്ടർ അയാളുടെ അടുത്തേക്ക് നീ പോകുന്ന അറിയായിരുന്നു. അതുകൊണ്ട് അവനെ കൊന്ന് ആ കൊലപാതക കുറ്റം നിന്റെ തലയിലിട്ടത് ഞാനാണ്. മണ്ടനായ നീ ആ മിഷേലിൽ പോയിട്ട് റെക്കോർഡ് ചെയ്യുന്ന എനിക്കറിയായിരുന്നു. ആ കത്തി നിന്ന് എടുക്കുമെന്ന് എനിക്കറിയായിരുന്നു. എന്തായാലും ആകെ ഒരു വിഷമേ ഉള്ളൂ. ന്യൂ ഇയറിന്റെ അന്ന് സേഫ് ഹൗസിലേക്ക് പോകുന്ന സമയത്ത് നിന്നെ കൂടാൻ പറ്റില്ലല്ലോ. എന്തായാലും ഇനി നമുക്ക് നേരിൽ കാണാൻ പറ്റില്ല. ബൈ ദ ബൈ, ഗുഡ് ബൈ. ഇനി നമുക്ക് അങ്ങ് സ്വർഗത്തിൽ വെച്ച് കാണാൻ മോനെ എന്ന് പറയാണ്. അതായത് ഈ കാർ ഒരു കൺട്രോളും ഇല്ലാതെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഫ്രാങ്കി എന്തൊക്കെയോ ചെയ്ത് അവസാനം ഡോറ് മാത്രം തുറന്നു വരികയാണ്. അതും ചവിട്ടി പൊളിച്ച് പുറത്തേക്ക് എടുത്ത് ചാടുകയാണ്. ആ ചാട്ടത്തിൽ കയ്യിൽ മുറിയായിട്ടുണ്ട്. എന്നാൽ ഈ കാര്യമൊന്നും ചീഫ് അറിയാൻ പാടില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ജോലിയിൽ തന്നെ ഡിസ്മിസ് ചെയ്ത് കളയും. അതുകൊണ്ട് അവന്റെ പാർട്ട്ണറായിട്ടുള്ള ക്യാപ്റ്റൻ ഹോക്കിയെ വിളിച്ചത് കാര്യങ്ങൾ പറയുന്നുണ്ട്. നീ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്തെങ്കിലും ഒരു ക്ലൂ എനിക്ക് വേണ്ടി ഒപ്പിച്ചു കാണുക. എന്തായാലും ഇതിനുശേഷം ഫ്രാങ്ക് നേരെ പോകുന്നത് നമ്മുടെ ബെത്തിന്റെ വീട്ടിലേക്കാണ്. കയ്യിലുള്ള മുറിവിലൊക്കെ അവള് വെച്ച് കെട്ടി എന്തോ ഇലയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ദൈവത്തിനറിയാം എന്ത് തേങ്ങയാ വെച്ച് കൊടുത്തതെന്ന്. പിന്നീട് ബെത്തിനോട് സംസാരിക്കുമ്പോൾ ബെത്ത് ഫ്രാങ്കിനോട് സോറി പറയണം. ഫ്രാങ്കെ, ഞാൻ നിന്നെ കണ്ട സമയത്ത് ഒരു കാര്യം പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് നിന്നെ അത്ര വിശ്വാസമില്ലായിരുന്നു. അതുകൊണ്ട് ആ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ ഫ്രാങ്ക് പറയാണ് വെറുതെ കിടന്ന് കോമഡി അടിക്കാതെ എന്താ കാര്യം എന്ന് പറഞ്ഞു. അങ്ങനെ റിച്ചാർഡിന്റെ ആ ഒരു പദ്ധതി എന്താണെന്ന് അത് വ്യക്തമായിട്ട് അറിയുന്ന ബെത്ത് അത് മുഴുവനായിട്ടും ഫ്രാങ്കിനോട് പറയാണ്. അതായത് ബെത്തിന്റെ ചേട്ടൻ, അതായത് സൈമൺ ഈ കാര്യങ്ങളെല്ലാം ബെത്തിനോട് പറഞ്ഞായിരുന്നു. ആ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിലെ ആൾക്കാരെ മുഴുവൻ ഒരുമാതിരി പ്രാന്തന്മാരാക്കി തമ്മിൽ തല്ലിച്ച് ഒരുപാട് പേരെ കൊന്നു കളഞ്ഞ് പുതിയൊരു ലോകം സൃഷ്ടിക്കലാണ് റിച്ചാർഡിന്റെയും അവന്റെ ആ ഒരു ഗ്രൂപ്പിന്റെയും ആവശ്യം. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ അവനെ തടുത്തേ മതിയാവുള്ളൂ. ഈ സമയത്ത് ഫ്രാങ്കിന്റെ പാർട്ട്ണറായിട്ടുള്ള ക്യാപ്റ്റൻ ഹൂക്കി ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു കാര്യം വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അന്ന് ബാങ്കിൽ മോഷ്ടിക്കാൻ വന്ന ആ കൂട്ടത്തിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. നമ്മൾ ബാക്കിയുള്ളവരെ പിടിക്കുന്നതിന്റെ മുന്നേ അവൻ രക്ഷപ്പെട്ടു പോയായിരുന്നു. അത് മറ്റാരുമല്ല, റിച്ചാർഡിന്റെ വലം കൈയായിട്ടുള്ള ഗുസ്താവോയാണ്. എന്തായാലും പിന്നീട് നമ്മുടെ ഫ്രാങ്ക് ഗുസ്താവോയെ പൊക്കാനുള്ള പ്ലാനുകൾ ഉണ്ടാക്കുകയാണ്. അതായത് അവന്റെ കാറിൽ അവൻ പോലും അറിയാതെ ഒരു മയക്കുമരുന്ന് വെക്കുന്നുണ്ട്. ഇവൻ കാറിൽ കയറിയപ്പോൾ അത് ഓണായി, അത് ശ്വസിച്ച് അപ്പൊ തന്നെ ബോധം പോവാണ്. അങ്ങനെ 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആശാൻ കണ്ണ് തുറക്കുന്ന സമയത്ത് ഏതോ ഹോസ്പിറ്റലാണ്. മാത്രമല്ല അപ്പോഴേക്കും എല്ലാ കാര്യങ്ങളും കലങ്ങി തെളിഞ്ഞായിരുന്നു. എന്തോ ഒരു ഉടായ്പ നടത്തിയതിന്റെ പേരിൽ റിച്ചാർഡിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടിവിയിൽ ആ ഒരു വാർത്തയിൽ ഇപ്പൊ ഇവൻ കാണുന്നുണ്ട്. അതായത് ഈ ഒരു ഗുസ്താവ് തന്നെ ഇതെല്ലാം കണ്ട് ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. ഇപ്പൊ അവന്റെ അടുത്തേക്ക് നമ്മുടെ ഫ്രാങ്ക് വരുന്നുണ്ട്. കണ്ടോ, നിന്റെ ബോസ് പിടിക്കപ്പെട്ടു. അതുപോലെ നിന്റെ ബോസ് പറഞ്ഞത് ഈ പരിപാടിയൊക്കെ ചെയ്യാനായിട്ട് അയാളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത് നീയാണ്. അതായത് 2ാം പ്രതി നീയാണ്. ജയിലിലേക്ക് പോയ അറിയാലോ മോനെ. ആദ്യം നിന്റെ നഖത്തിലേക്ക് സൂചി കയറ്റും. മാത്രമല്ല നിന്റെ മർമ്മത്തിൽ ഈർക്കിലിയിൽ ചുണ്ണാമ്പ് തേച്ച് കയറ്റും. പിന്നെ അതേ ചുണ്ണാമ്പ് തന്നെ എടുത്ത് നിന്റെ ആസനത്തിൽ തേക്കും. പിന്നെ കാലിന്റെ അടിയിൽ നല്ല ചൂടുള്ള വടി വെച്ചടിക്കും. അപ്പൊ മൂക്ക് കൂടെ രക്തം വരും. ഇതെല്ലാം കേട്ട ഗുസ്താവിടെ കിളിയങ്ങോട് പറയണം, സാറേ ഇത് എങ്ങോട്ടേ പറഞ്ഞു പോകുന്ന മതി നിർത്ത്, ഞാനിപ്പോ എന്താ വേണ്ടത് സാറേ. അപ്പോ നമ്മുടെ ഫ്രാങ്ക് പറയാണ്, നിന്നെ വേണമെങ്കിൽ ഞാൻ മാപ്പ് സാക്ഷിയാക്കാം. അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറയാണ്. ഇപ്പോ നമ്മുടെ ഗുസ്താവോ അറിയാവുന്ന എല്ലാ കാര്യങ്ങളും പറയാണ്. ആ മിഷയം വെച്ച് എന്തൊക്കെയാണ് ഈ റിച്ചാർഡ് ഈ ലോകത്തിൽ ചെയ്യാൻ പോകുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഫ്രാങ്കിനോട് പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ന് ന്യൂ ഇയർ ആണ്. കൃത്യം ഇന്ന് രാത്രി 12 മണിയാവുന്ന സമയത്ത് ഇന്ന് ഈ ടൗണിൽ വലിയൊരു പ്രോഗ്രാം
പ്രോഗ്രാം നടക്കാൻ പോവാ, ഒരുപാട് ആൾക്കാർ അവിടെ വരും. അപ്പൊ ആ ഒരു പരിപാടിയിൽ എന്തൊക്കെയോ നിറച്ച വലിയൊരു ബോൾ വെച്ചിട്ടുണ്ട്. ആ ബോളിന്റെ ഉള്ളിൽ ഈ മെഷീൻ വെച്ച് ഓണാക്കാനാണ് റിച്ചാർഡിന്റെ പരിപാടി. സോ 12 മണിയാകാൻ ഇനി അധിക നേരമൊന്നുമില്ല, എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോകണം. അതുപോലെ തന്നെ ഇതൊരു ഹോസ്പിറ്റലൊന്നും ആയിരുന്നില്ല കേട്ടോ, സെറ്റ് ഇട്ടതായിരുന്നു. അവന്റെ ബോധം പോയിട്ട് അധിക നേരമൊന്നും ആയിട്ടില്ല. എന്തായാലും ആശാന്റെ ഉള്ളിലുള്ളത് മുഴുവൻ ഇവര് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. എന്തായാലും ഇനി എത്രയും പെട്ടെന്ന് തന്നെ ന്യൂ ഇയർ പാർട്ടി നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകണം. സോ നമ്മുടെ ക്യാപ്റ്റൻ ഹൂക്കിയും അതുപോലെ തന്നെ ഫ്രാങ്കും നേരെ പാർട്ടി നടക്കുന്ന ആ സ്ഥലത്തേക്ക് പോകണം. അത്രയും വലിയ ആ ഒരു പാർട്ടി അവിടെ സ്പോൺസർ ചെയ്ത് നടത്തുന്നത് തന്നെ മറ്റാരുമല്ല, നമ്മുടെ ഈ ഒരു റിച്ചാർഡാണ്. സോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, ഉദ്ഘാടനം ചെയ്യാനായിട്ട് റിച്ചാർഡും അയാളുടെ ടീമും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല ഈ റിച്ചാർഡിനെ പ്രൈവറ്റ് ആയിട്ട് കാണാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ടെന്ന് ഇയാളുടെ സഹായി പറയാണ്, കടത്തി വിടാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പൊ വന്നത് മറ്റാരുമല്ല, നമ്മുടെ ബെത്തായിരുന്നു. അതായത് ഈ പാർട്ടിയിൽ ഇയാളുടെ കൂടെ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ബെത്ത് വന്നത്. എന്നാൽ ബെത്തിന്റെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. കയ്യിൽ ചെറിയൊരു ഗണ്ണുണ്ടായിരുന്നു, അത് വെച്ച് ഇയാളെ ഷൂട്ട് ചെയ്യാനാണ്. ചേട്ടനെ കൊന്നില്ലേ, അതിന്റെ ആ ഒരു പ്രതികാരം, അതുപോലെ തന്നെ ഇവിടെ നടക്കാൻ പോകുന്ന എല്ലാ പരിപാടികളെയും സ്റ്റോപ്പ് ചെയ്യുകയും വേണം. പിന്നീട് നല്ലൊരു അവസരം കിട്ടിയപ്പോൾ ബെത്ത് ഇയാളെ ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഉള്ളിൽ നിന്നും ഉണ്ട വരുന്നില്ല. ഉണ്ട നേരത്തെ തന്നെ ഇയാൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതായത് റിച്ചാർഡിന് നേരത്തെ അറിയാം സൈമന്റെ സിസ്റ്ററാണ് ഈ ബെത്ത് എന്ന്. എന്നാൽ അവൾ എവിടം വരെ പോകുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം അവളെ കൂടെ കൂട്ടിയത്. മാത്രമല്ല അവളുടെ ഗണ്ണിൽ ആ ഒരു ബുള്ളറ്റ് ഇപ്പോൾ ഈ ഒരു റിച്ചാർഡിന്റെ കയ്യിലാണ്. അതുപോലെ തന്നെ അവളുടെ കയ്യിൽ ഇനിയും ഗണ്ണുണ്ട്. അവളുടെ മുടിയുടെ ഇടയിൽ ഒരു ചെറിയ ഗണ്ണ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ചെറുതെന്ന് വെച്ചാൽ ഡബിൾ ബാരൽ. പക്ഷെ എനിക്ക് തിരിയാത്തത് ഡബിൾ ബാരൽ എങ്ങനെ അവള് മുടിയിൽ വെച്ചതാ. ഇപ്പൊ റിച്ചാർഡ് അത് ഊരിയെടുക്കുന്നു നോക്കിയേകള്. ഇതേ നേരം തന്നെ പാർട്ടി നടക്കുന്ന ആ ഭാഗത്തായിട്ട് ഒരു MMA ഫൈറ്റ് എല്ലാം നടക്കുന്നുണ്ട്. ഇതിന്റെ മുകളിലായിട്ടാണ് സമ്മാനം എല്ലാം നിറച്ച എന്തോ ഒരു ബോൾ ഉള്ളത്. ആ ബോളിന്റെ ഉള്ളിലാണ് ഈ ഡിവൈസ് ഉള്ളത്. സോ നമ്മുടെ ക്യാപ്റ്റൻ ഹൂക്കി പറഞ്ഞതനുസരിച്ച് ഫ്രാങ്ക് നേരെ അങ്ങോട്ടേക്ക് ചെന്ന് ഇതിന്റെ ഉള്ളിലേക്ക് കയറി ആ സാധനം എടുക്കാൻ നോക്കുകയാണ്. എന്നാൽ ഇതിനിടയിൽ പാവം നമ്മുടെ ഫ്രാങ്കിന്റെ പെയിന്റ് എവിടെയോ കൊളത്തി സാധനം അങ്ങോട്ട് ഊരി പോവുകയാണ്. അയ്യോ, ജഡ്ഡി വരെ ഇല്ല ഒന്ന്. ഇന്ന് സ്പീഡിൽ വന്ന സമയത്ത് അത് ഇടാൻ മറന്നെന്നാ തോന്നുന്നത്. നാട്ടുകാരുടെ ശ്രദ്ധ മുഴുവനും ഇപ്പൊ MMA ഫൈറ്റിലല്ല, ക്യാമറയും നാട്ടുകാരും എല്ലാവരും നോക്കുന്ന മുകളിലേക്കാണ്. വാവ്, വാട്ട് എ വിഷ്വൽ. കമന്ററി പറയുന്ന ആള് വരെ അതിനെക്കുറിച്ച് വർണ്ണിക്കാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന പാവ ഒരു ആന്റി അമ്മായി ഉണ്ടായിരുന്നു. ആ അമ്മായി വരെ അത് കണ്ട് ഞെട്ടിപ്പോവാണ്. ഇതിനിടയിൽ എങ്ങനെയൊക്കെയോ നമ്മുടെ ഫ്രാങ്ക് താഴേക്ക് വീഴുന്നുണ്ട്. യെസ്, മിഷൻ സക്സസ്. അതായത് ആ സൗണ്ട് ഉണ്ടാക്കുന്ന മെഷീൻ ഇപ്പൊ നമ്മുടെ ഫ്രാങ്കിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എന്നാൽ താഴേക്ക് വന്ന സമയത്ത് എല്ലാവരും പൂരം ചേരി. അപ്പോഴാണ് ഫ്രാങ്കിന് മനസ്സിലായത് ആളുടെ കീഴെ ഒന്നുമില്ല. ഇതേ നേരം തന്നെ മേലെ കുടിയും കിടന്ന പെയിന്റ് താഴേക്ക് വീഴാണ്. പെട്ടെന്ന് തന്നെ സാധനം എടുത്തിടുന്നുണ്ട്. പിന്നീട് ആ മെഷീൻ കയ്യിൽ കിട്ടിയല്ലോ, ഇത് എങ്ങനെയെങ്കിലും ടേൺ ഓഫ് ചെയ്യണം. ഒരു 4 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് ഓണാവും. അപ്പൊ ഇതെങ്ങനെ ഓഫ് ആക്കുമെന്ന് ക്യാപ്റ്റൻ ഹൂക്കിയോട് വിളിച്ചു ചോദിക്കുന്നുണ്ട്. എന്നാൽ അവൻ ഇതെങ്ങനെ ഓഫ് ആക്കാൻ അറിയാനാ. ഇതേ നേരം തന്നെ റിച്ചാർഡും ആൾക്കാരും വന്നിട്ട് അവന് ഗൺ പോയിന്റിൽ നിർത്തുകയാണ് കേട്ടോ. അങ്ങനെ ഇപ്പൊ നമ്മുടെ ഫ്രാങ്കിന്റെ കയ്യിൽ നിന്നും ആ ഒരു മെഷീൻ അവർ മേടിക്കുകയാണ്. അപ്പൊ തന്നെ അതിന്റെ ആ ഒരു സ്വിച്ച് ഇട്ട് ഈ മെഷീൻ ഓൺ ആക്കുകയാണ്. അപ്പൊ തന്നെ അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു സൗണ്ട് വേവ് കാരണം അവിടെയുള്ള എല്ലാ ആൾക്കാരും ഭ്രാന്തന്മാരാവുകയാണ്. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാൻ തുടങ്ങി. ഈ ഗ്യാപ്പിൽ റിച്ചാർഡും അവന്റെ ബിസിനസ് സുഹൃത്തുക്കളും കൂടെ അവർ സേഫ് ആയിട്ട് ഒരു ബങ്കർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുകയാണ്. ഈ നാടിന്റെ പല ഭാഗത്തായിട്ട് ഇതുപോലെ മെഷീൻസ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി എല്ലാ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് മരിച്ചോളും. മാത്രമല്ല ഇതിനിടയിൽ നമ്മുടെ ഫ്രാങ്കിനെ കൊല്ലാൻ വേണ്ടി പ്രത്യേകം ടാർഗറ്റ് ചെയ്ത് ആ മെഷീനിൽ ചില ഓപ്ഷൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഭ്രാന്ത് പിടിച്ച ആൾക്കാർ ഫ്രാങ്കിനെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. എന്നാൽ അവരോടൊക്കെ ഒരു വിധത്തിൽ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്തൊരു ഫൈറ്റ് ആണ് കേട്ടാ. എന്തായാലും ഈ ഫൈറ്റ് എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ റിച്ചാർഡ് അപ്പോഴേക്കും രക്ഷപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. ഫ്രാങ്ക് വേഗം തന്നെ ഒരു കാറിൽ കയറി അത് സ്റ്റാർട്ട് ചെയ്ത് പോകാൻ നിൽക്കുമ്പോൾ കാറ് സ്റ്റാർട്ട് ആകുന്നില്ല. ഇപ്പൊ ഫ്രാങ്കിന് തന്നെ ആകെ മടുപ്പ് തോന്നുകയാണ്. എന്റെ പൊന്നു ഡാഡി കാണുന്നില്ല എന്റെ അവസ്ഥ. എപ്പോഴെങ്കിലും ഒരു കാര്യം നല്ല പോലെ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? പ്ലീസ് ഒരു ഹെൽപ്പ് ചെയ്യ് ഡാഡി വാ ഡാഡി. അങ്ങനെ ഇവനിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്ന സമയത്തുണ്ട് അവിടെ ഒരു മൂങ്ങ നിൽക്കുന്നു. പെട്ടെന്ന് ഫ്രാങ്കിന് തോന്നി അത് അവന്റെ ഡാഡിയാണ്, അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നതാണ്. ഡാഡി നിങ്ങളല്ലേ? അപ്പൊ നമ്മൾ ഇനി എങ്ങനെയാണ് അവനെ ഫോളോ ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ മൂങ്ങ അതിന്റെ ആ ഒരു കാല് കൊടുക്കുകയാണ്. അതിന്റെ കാല് പിടിച്ച് തൂങ്ങി. എന്റെ അമ്മേ, എന്താണ് ഇതൊക്കെ? നോ ലോജിക്, നോ സ്റ്റോറി, ഒള്ളി കോമാളിതരം. അത് മാത്രമാണ് ഈ സിനിമയിൽ. ഞാൻ സിനിമയുടെ തുടക്കത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? കാറൊന്നുമില്ല, ആ മൂങ്ങയുടെ കാലും പിടിച്ചിട്ട് രക്ഷപ്പെട്ടു പോയ റിച്ചാർഡിനെയും ആൾക്കാരെയും ആ ഒരു മൂങ്ങയെ വെച്ച് തന്നെ പിടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. സോ മൂങ്ങ നല്ല പവർഫുൾ ആയിട്ട് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് എഞ്ചിനാണാവോ അതിന്റെ ആ ഗഡിൽ ഫിറ്റ് ചെയ്തിനെ. എന്തായാലും ഓരോരുത്തരുടെ തലക്കിട്ട് തട്ടി അവസാനം നമ്മുടെ റിച്ചാർഡിന്റെ അടുത്തേക്ക് എത്താനായപ്പോൾ മൂങ്ങയോട് പറയാണ്, സോറി മൂങ്ങയല്ല, ഫ്രാങ്ക് വിചാരിക്കുന്നത് അത് അവന്റെ അച്ഛനാണെന്നാണ്. അച്ഛാ, ആ മുന്നിൽ പോകുന്ന ആളുടെ ഹെൽമെറ്റ് ഉണ്ടല്ലോ, അതിലൊരു ഇച്ചിരി അപ്പി ഇടാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അതിനെന്താ മോനെ, ഞാൻ ഇടാന്ന് പറഞ്ഞിട്ട് മൂങ്ങ എന്താക്കി അപ്പി അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇതങ്ങ് ഹെൽമെറ്റിലായപ്പോൾ പിന്നെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇയാളിത് തുടച്ച സമയത്ത് ആകെ കൂടി ഒരു മെഴുക്ക് പോലെ, പിന്നെ ഒന്നും കാണുന്നില്ല. ബൈക്ക് എവിടെയോ പോയി കുത്തി ഇയാളെ തെറിച്ച് വീഴുകയാണ്. ആകെ ഭ്രാന്ത് പിടിച്ച നമ്മുടെ റിച്ചാർഡ് ചാടി എഴുന്നേറ്റ് വന്ന്, ഫ്രാങ്ക് നിനക്ക് എന്തിന്റെ വട്ടാടാ? ഈ ലോകത്തിനൊന്ന് പുനർനിർമ്മിക്കാൻ നോക്കുമ്പോൾ നീ എന്നെ സമ്മതിക്കില്ലേ? ഈ സമയത്ത് ഇയാളോട് സംസാരിക്കാൻ മറ്റൊരാൾ വരികയാണ്, ബാറ്റിസ്റ്റ. ഇതെന്തിനെങ്ങനെ ഒരു ക്യാമിയൊന്നും ഒരു ഐഡിയയും കിട്ടുന്നില്ല കേട്ടോ. ഇപ്പൊ ബാറ്റിസ്റ്റ വന്നിട്ട് ഈ റിച്ചാർഡിനോട് പറയണ്, നീ ചെയ്യാൻ പോകുന്ന കാര്യമൊന്നും അത്ര നല്ലതല്ല മോനെ, ഇത് മോശാട്ടോ, ചെയ്യാൻ പാടില്ല കേട്ടോ. ഈ നേരത്താണ് മൂത്രം ഒഴിക്കാൻ പോയ നമ്മുടെ ഫ്രാങ്ക് വരുന്നത്. ഓക്കെ, ഇത്രയും നേരം എനിക്ക് വേണ്ടി സംസാരിച്ചതിന് താങ്ക് യു, ഇനി നാം സംസാരിച്ചോളാം, നീ പൊയ്ക്കോന്ന് പറയാണ്. പക്ഷെ എന്ത് തേങ്ങയ്ക്ക് ഇങ്ങനെ ഒരു ക്യാമിയോന്നാ തിരിയാത്തത്?
എന്തായാലും ഇപ്പൊ ഫ്രാങ്കും നമ്മുടെ റിച്ചാർഡും സംസാരിക്കണം. ഓക്കെ നമുക്ക് തീരുമാനിക്കും, ഇവിടെ വെച്ചൊരു ഫൈറ്റ് നടത്താം, അതിൽ ആര് ജയിക്കുന്നോ അയാൾ ജയിക്കും. അപ്പൊ തുടങ്ങുകയല്ലേ. തുടങ്ങാന്ന് പറഞ്ഞിട്ട് വലിയ ഫൈറ്ററെ പോലും നമ്മുടെ റിച്ചാർഡ് അങ്ങനെ നിൽക്കുകയാണ്. ഫ്രാങ്കിന്റെ കയ്യിൽ നിന്ന് ഒരൊറ്റ കുത്ത് കിട്ടിയപ്പോഴേക്ക് ആശാ നിലത്ത് വേണം. ഇപ്പൊ റിച്ചാർഡ് പറയണത് നോക്കിക്കോടാ, ആരെ കൊണ്ടും എന്നെ തോപ്പിക്കാൻ പറ്റില്ല, എന്റെ കയ്യിൽ ടെക്നോളജി ഉണ്ട്. ഇതും പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന ഒരു പ്രത്യേകതരം മെഷീൻ ഉണ്ട്, അത് ഓണാക്കി മേലേക്ക് സൂപ്പർമാൻ പോകുന്ന പോലെ അങ്ങോട്ട് പോവുകയാണ്. എന്നാൽ ഒരു 10 അടി മേലെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നു. ഈ കുത്തനെ മേലോട്ട് പൊന്തിയപ്പോൾ തല പോയി അതിലടിക്കുകയാണ്. അപ്പൊ തന്നെ താഴേക്ക് വീഴുന്നുണ്ട്. കയ്യിലുണ്ടായിരുന്ന മെഷീൻസ് മുഴുവൻ ഷോർട്ടായി പോവാണ്. എന്തൊരു ഗതികെട്ട വില്ലനാണേ ഇത്. എന്തായാലും ഇതേ നേരത്താണ് റിച്ചാർഡിനെ കൊല്ലാനായിട്ട് അങ്ങോട്ടേക്ക് നമ്മുടെ ബെത്ത് ഓടിപ്പാഞ്ഞു വരുന്നത്. ഓടി വന്നു ഉടനെ ബേബി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്രാങ്കിനെ ആദ്യം കെട്ടിപ്പിടിക്കുകയാണ്. ഇതിനുശേഷം റിച്ചാർഡിനെ വെടിവെച്ച് കൊല്ലാൻ നോക്കുമ്പോൾ ഫ്രാങ്ക് ബെത്തിനോട് പറയാണ്, വേണ്ട, നിയമം കയ്യിലെടുക്കാൻ നമുക്ക് അവകാശമില്ല, ഇവന്റെ കാര്യം പോലീസ് നോക്കിക്കോളും എന്ന് പറയണം. അങ്ങനെ അധികം വൈകാതെ പോലീസുകാർ വരികയാണ്, അവനെ അറസ്റ്റ് ചെയ്യാണ്, അവന്റെ ടീമിനെ മുഴുവനായിട്ടും അറസ്റ്റ് ചെയ്യാണ്. ആ പദ്ധതി മുഴുവനായിട്ടും പൊളിഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് നിർത്താമെന്ന് വിചാരിച്ച, ഒഫീഷ്യലി സ്റ്റോപ്പ് ചെയ്യും എന്ന് വിചാരിച്ച നമ്മുടെ ഫ്രാങ്ക് ജോലി ചെയ്തിരുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അത് നിർത്തണ്ടെന്ന് തീരുമാനിക്കുകയാണ്. ഇനിയും ഇതുപോലെ തെളിയിക്കപ്പെടാത്ത ഭയങ്കരമായിട്ടുള്ള കേസ് മുഴുവനും ഫ്രാങ്കിനെയും അവന്റെ ടീമിനെ ഏൽപ്പിക്കാൻ പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ കേസുകളൊക്കെ ഫ്രാങ്കിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോകുന്ന ഗവൺമെന്റിന്റെ ഒരു അവസ്ഥ ഇനി എന്തായിരിക്കാവോ. എന്നാലും എനിക്ക് അതല്ല തിരിയാത്തത്, ബാറ്റിസ്റ്റപ്പ് എന്തിനിപ്പോ അങ്ങോട്ടേക്ക് വന്നിട്ട് വില്ലനോട് സംസാരിച്ചതാണ്. ഈ സിനിമ കണ്ടിട്ടും എനിക്കതങ്ങോട്ട് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ആരെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയണേ. അതുപോലെ ഇതുപോലുള്ള സിനിമ ഇനി പറയണോ? പറയണ്ടയോ? നിങ്ങൾ പറ. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും, ഇനി മേലാൽ ഇമാതിരി കഥയുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്ന കാല് തല്ലി ഓടിക്കരുത്. കുഴപ്പമില്ല, എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോ. ഇങ്ങനെയുള്ള കഥകൾ പറയണമോ വേണ്ടയോ? ഓക്കെ, എന്തായാലും നമ്മളിവിടെ നിർത്തുകയാണ്. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.